കണ്ടില്ലല്ലേ? നമ്മൾ കണ്ടല്ലോ. അത് സാരമില്ല. സാരമില്ലേ? ഞാൻ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടേ പപ്പ പിടിച്ച് അകത്താക്കിയ നല്ലൊരു വാർത്തയാവും. എന്റെ ഇമേജ് മാറും, പത്രത്തിൽ ന്യൂസ് ആയിട്ടൊക്കെ വരും. ഓഹോ, അങ്ങനെയാണെങ്കിലേ ആ പത്രത്തിൽ വേറൊരു വാർത്ത കൂടെ വരും. അതിന്റെ 2ാമത്തെ പേജിന്റെ ബാക്കിൽ 4ാമത്തെ കോളത്തിൽ ബുദ്ധിസ്ഥിരതയില്ലാത്ത മകനെ അപ്പം തല്ലി. ഗുഡ് നൈറ്റ്. നമ്മളെ പറഞ്ഞാൽ ഈ പിള്ളേരുടെ ഒരു കാര്യം. നീ പാപ്പ കരുകണ്ട വേണ്ട. എന്നാലേ എന്നെ പോലെ ഒരു പൊതുപ്രവർത്തനം താമസിക്കുന്ന നീ സ്ഥലത്തേക്ക് വേസ്റ്റ് കൊണ്ടിടുക എന്ന് പറയാ ഇത് സഹിക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. ഇത് പ്രശ്നം നോക്കില്ലേ? കുറച്ച് വേസ്റ്റ് അല്ലേ ചായ? നീ ഇക്കാര്യത്തിൽ ഇടപെടല്ലേ? ഇത് ഈ വേസ്റ്റ് എന്റെ വീടിന്റെ പറമ്പിലോ എന്റെ വീടിനകത്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൈയും കെട്ടി നോക്കി നീയും. പക്ഷെ ഇതെങ്ങനെയാണോ ഇത്തിരി നാട്ടുകാർ താമസിക്കുന്ന ഈ പൊതുസ്ഥലത്ത് പൊതുവഴിയിൽ ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കില്ല ഈ പ്രശ്നങ്ങള്. ഇതിങ്ങനെ വിട്ടാൽ ഇവരെ ഞാൻ കയ്യോടെ പിടിച്ച് കോർപ്പറേഷനിൽ ഏൽപ്പിച്ച് അടപ്പിച്ചിട്ടേ വേറെ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്ക് ഇതെടുക്കാൻ കോർപ്പറേഷൻകാരെ വിളിച്ചാ പോരെ? എന്റെ മോളെ, അവരും മനുഷ്യന്മാരില്ലേ നമ്മളെ പോലെ. തന്നെയുമല്ല ഇന്നത്തെ ദിവസം അവർക്ക് ഓഫ് ഡേ ആണ്, അവരെ കെട്ടില്ല. ഇത് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് എന്റെ കടമയാണ്. ഇത് ഞാൻ എല്ലാം കൂടെ എടുത്ത് ഞാൻ ആ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവിടെ കൊണ്ട് ഞാൻ ഡബ് ചെയ്യും. ചേട്ടാ ഞങ്ങളും കൂടെ കൂടാം. എന്തിന്? നിങ്ങളെ പൊതുപ്രവർത്തകരാണോ? ഇന്ത്യൻ പൗരന്മാരാണ്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കട്ടെ, പക്ഷെ ഇതെന്റെ കടമയാണ്. ഈ വേസ്റ്റ് ഞാൻ തന്നെ കൊണ്ടുപോയി കളയും. ടോമേ, നീ പോയി വണ്ടി എടുത്തോളാം. ഏത് വണ്ടി? ഏത് വണ്ടി? ഇതാ ഇവിടെ ജനങ്ങളുടെ വണ്ടി. നമ്മുടെ ബെൻസ് എടുത്തിട്ട് വാ. ചെല്ലേ, വേഗം എടുത്തിട്ട് വേസ്റ്റ് കൊണ്ടേ കളയണം. ഞാൻ പറയണോ? അവൻ പോയി എടുത്തിട്ട്. ഇതേ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ